ഗുഡ് മോർണിംഗ്. ഗിരീജ് താഴോട്ട് വരുമ്പം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 21:17 ഇപ്പോൾ വായിക്കുന്നത്. അവൻ 3-ാം പ്രാവശ്യം അവനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് 3-ാം പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് അവൻ ചോദിച്ചത് കൊണ്ട് പത്രോസ് ദുഃഖിതനായി. പത്രോസിന് ഇപ്പോഴാണ് കത്തിയത്, കർത്താവ് എനിക്കിട്ടൊരു പണിയാണ്. അത്രയും നേരം പത്രോസ് സന്തോഷിച്ചിരിക്കുക. എന്നോട് മാത്രം ചോദിച്ചോളൂ, നീ എന്നെ സ്നേഹിക്കുന്നു. ഒന്ന് ചോദിച്ചു, ഭയങ്കര സന്തോഷം. രണ്ടാമത് ചോദിച്ചപ്പോൾ ഒന്നുകൂടെ ഒരു സന്തോഷം, നല്ലതായിരുന്നു. കർത്താവിനോട് മാത്രം ചോദിച്ചു. മൂന്നാമത് ചോദിച്ചപ്പോൾ പത്രോസിനോട്, എടാ ഇതെന്തോ ഒന്നിൻ്റെ ഒരു റിമൈൻഡറാണല്ലോ, എനിക്കിട്ട് ചെറിയൊരു പണിയാണ്, എന്നെ എന്തോ ഒന്ന് ഓർപ്പിക്കുകയാണ്. അപ്പം പത്രോസിന് കത്തി, എടാ ഞാൻ 3 പ്രാവശ്യം തള്ളി പറഞ്ഞത്, അതും ഞാൻ ഒരിക്കലും വിട്ടിട്ട് പോകുമെന്ന് പറഞ്ഞപ്പം കർത്താവ് പറഞ്ഞു, ഇന്ന് കോഴി പോകുന്നതിന് മുമ്പ്, കോഴി 3 പ്രാവശ്യം പോകുന്നതിന് മുമ്പ്, അല്ല കോഴി 3 പ്രാവശ്യം പോകുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയും. പറഞ്ഞില്ലേ? ഒരു ജോലിക്കാരി സ്ത്രീയുടെ അടുത്ത്, അല്ലെങ്കിൽ സാധാരണ ഒരു ലേഡിയുടെ അടുത്ത് ഈ കർത്താവിനെ ഞാൻ അറിയുന്നില്ല എന്ന് പത്രോസ് പറയേണ്ടി വരും. ഇപ്പോൾ വികാരത്തിലെടുത്ത് തീരുമാനം എന്ത് പെട്ടെന്ന് മാറ്റേണ്ടി വന്നേ. അപ്പോൾ പത്രോസ് കിട്ടി, കർത്താവ് എന്തുകൊണ്ട് എന്നോട് ഇത് 3 പ്രാവശ്യം ചോദിച്ചത്, എന്നെ റിമൈൻഡ് ചെയ്യിക്കുക, നീ ഇത്രയേ ഉള്ളായിരുന്നു. പത്രോസ് അവിടെ മാനസാന്തരപ്പെടുക. പത്രോസ് ദുഃഖിതനായി. അവൻ പറയാം, പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ നീ എല്ലാം അറിയുന്നു. ഒരു കൺഫെഷനാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ അറിയും. കർത്താവേ, എൻ്റെ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥ നിനക്കറിയാം, എൻ്റെ ബലഹീനതകൾ നിനക്കറിയാം, എൻ്റെ പെർഫെക്ഷനെക്കുറിച്ച് നിനക്കറിയാം, എൻ്റെ കുറവുകളും എല്ലാം നിനക്കറിയാം. പക്ഷേ അതിൻ്റെ ഉള്ളിലും നിനക്കറിയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ പെർഫെക്റ്റ് അല്ല. ഞാൻ എത്ര ദിവസം, വളരെ നിസ്സാര ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അങ്ങേക്ക് അറിയുന്നില്ല എന്ന് തള്ളിപ്പറയും. അതും ഒരു സ്ത്രീയെ പേടിച്ചിട്ട്, എന്നെയും ക്രൂശിക്കും അല്ലെ എന്നെയും പിടിച്ച് കൂടിടുമെന്ന് പേടിച്ചിട്ട് ഞാൻ ജീവന് തന്നെ സ്നേഹിച്ചിട്ട് അങ്ങനെ ഞാൻ തള്ളിപ്പറയും. നമ്മളൊക്കെ ചെയ്യാറുണ്ട്. പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ കർത്താവിനെ കൊണ്ട് മിണ്ടേണ്ട സ്ഥലത്ത് നമ്മൾ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു വിശ്വാസിയാന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഡിനൈ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളായിരിക്കും. പക്ഷേ പത്രോസ് വളരെ ദുഃഖം ഉണ്ടായിരുന്നു. ആ ദുഃഖത്തിൽ നിന്ന് പത്രോസ് പറയാം, കർത്താവേ നീ എല്ലാം അറിയുന്നു, യു നോ എവരിതിങ് അബൌട്ട് മീ. ഓർത്തണം, കർത്താവിന് നമ്മുടെ മുഴുവൻ കാര്യങ്ങളും അറിയാം. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളും ചിന്തകളും, നമ്മുടെ അതിൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങളും, അല്ലെങ്കിൽ റോങ് ഡിസൈൻസും, കർത്താവിനുള്ള ഡെഡിക്കേഷനും, കർത്താവിനോട് നമ്മൾ ഈ പറയുന്ന സ്നേഹമുണ്ടോയെന്നും എല്ലാം കർത്താവ് അറിയും. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നും നീ അറിയും. ആ കാര്യത്തിൽ പത്രോസിന് ഒരു സംശയമില്ല. കാരണം പത്രോസിൻ്റെ സ്നേഹം ജെനുവിനാണ്. കാരണം പത്രോസ് ഒരു വികാരജീവിയാണെങ്കിലും പത്രോസിൻ്റെ സ്നേഹം ജെനുവിനാണ്. അപ്പോൾ ഓർത്തണം കേട്ടോ, നമ്മുടെ കർത്താവിനുള്ള സ്നേഹം ജെനുവിനില്ല എങ്കിൽ, അല്ലെങ്കിൽ കർത്താവിനും കൂടെ അത് ബോധ്യപ്പെടണം. നമുക്ക് മാത്രം ബോധ്യപ്പെടുന്നുണ്ട്. ഇപ്പോഴും ഓർത്തണം, നമ്മളിപ്പോഴും മിക്കവാറും 50% ലവാണ്. ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കിന് പല യുവാക്കന്മാർ, ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ പ്രേമം ഭയങ്കര 50%. 50% എന്ന് പറഞ്ഞാൽ അവന് മാത്രമേ ഉള്ളൂ സ്നേഹം. അവൾ അറിഞ്ഞിട്ട് പോലും. അവളോട് ചോദിച്ചാൽ നിങ്ങൾ തമ്മിൽ ഭയങ്കര, ഇവൻ പറഞ്ഞുകൊണ്ടെടുക്കും, അവളോ ഞാൻ അവളുമായിട്ട് ഭയങ്കര സ്നേഹം. അവളോട് ചോദിക്കും, പിന്നെ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ഇതേ സംഭവം നമുക്ക് 50% വിശ്വാസിയെ ബൈബിളിൽ കാണാം. ഞങ്ങൾ നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, പിശാചുകളെ പുറത്താക്കി, അത്ഭുതങ്ങൾ അടയാളം പ്രവർത്തിച്ചു. എപ്പം? ഞാൻ അറിഞ്ഞിട്ടില്ല. വിട്ടോ. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, കർത്താവ് അറിയണം. നമ്മളെ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കർത്താവ് മെഷർ ചെയ്യും. നമ്മുടെ ഹൃദയം, ഇവന് എന്നോടുള്ള സ്നേഹത്തിലാണോ ഈ ചെയ്യുന്നത്, ഈ സംസാരിക്കുന്നത്, ഈ പ്രവർത്തിക്കുന്നത്, ഇവൻ്റെ ചിന്തയിൽ ഞാൻ എപ്പോഴെങ്കിലും ഉണ്ടോ? അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ നമ്മുടെ ആജ്ഞയുടെ അടിസ്ഥാനം 1 വീണ്ടും ജനം, 2 വീണ്ടും ജനത്തിൻ്റെ ഫലമായിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടായിട്ടുണ്ടാകുന്ന കർത്താവിനുള്ള സ്നേഹം. അപ്പോൾ കർത്താവിനുള്ള സ്നേഹത്തിലല്ല നമ്മുടെ ആജ്ഞയുടെ അടിസ്ഥാനപ്പെട്ടതെങ്കിൽ മാറ്റം വരുത്തണം, കറക്ഷൻസ് വരുത്തണം, അല്ലെങ്കിൽ ഡെഡ് വർക്ക് ആയിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ.